നന്ദിയുടെ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിടും ഒരു രക്ഷകരില്ല ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിടും ഒരു രക്ഷകരില്ല. ഒരിക്കൽ കൂടി പകൽ സമയത്ത് മക്കളെ മുമ്പാകെ ഈ നിലയിൽ നിൽക്കാൻ തക്കോളം ഒരു ഭാഗ്യം ഞങ്ങളുടെ കുടുംബമായിട്ട് അഴിയണം തന്നിരുന്ന വലിയൊരു ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പിൻബലം എൻ്റെ മിടുക്കോ സാമർഥ്യമോ എൻ്റെ ഒരു കഴിവല്ലായിരുന്നു. എൻ്റെ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയും അവരുടെ പിൻബലമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നാളും ഈ സമയം വരെ ഈ നിമിഷം വരെ എൻ്റെ ദൈവം നടത്തിയ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ അദ്ദേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു. ആ നിലയിൽ ദൈവം കഴിഞ്ഞ സമയങ്ങളൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം അടിയനെ രുചിച്ചറിയാൻ ഇടയായി. എന്നാൽ ഇങ്ങനെ ഒരു 2 വർഷമായി ഞാൻ ഈ ഭവനത്ത് വന്ന് വളരെ ആഗ്രഹിച്ചു. ദൈവമക്കൾ എപ്പോഴും ഈ ഭവനത്തെ കയറി ഇറങ്ങി ഞാൻ ഏത് ഭവനത്തിൽ താമസിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ദൈവമക്കൾ കയറി ഇറങ്ങിയാണ് ഒരു ഭവനമാക്കി തീർക്കണമെന്ന്. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ആ നിലയിൽ ഇതുവരെ എന്നെ നടത്തി. ഇന്ന് വളരെ മുന്നേ ഞാൻ ആഗ്രഹിച്ചു മാസം അവസാനമോ അടുത്ത മാസമോ പ്രാർത്ഥന വയ്ക്കാം. എന്നാൽ എന്റെ മൂത്ത മകൻ എൻ്റെ വിനുമോന് വന്ന് അത് പെട്ടെന്ന് ഞാൻ ബ്രദറിനോട് പറയുകയും ചെയ്തു, ഇന്നലെ നമുക്കൊരു പ്രാർത്ഥന വേണം, അല്ലാതെ എൻ്റെ മക്കൾ ആരും ഇവിടെ ഇല്ല. എൻ്റെ മൂത്ത മകൻ ഇവിടെ ഉള്ളപ്പോഴേ ഞങ്ങൾക്കൊരു പ്രാർത്ഥന ദൈവമക്കളുടെ മധ്യത്തില്ല. എൻ്റെ മോൻ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് അത് എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എനിക്കറിയുന്നില്ല. അത്രമാത്രം എനിക്ക് സന്തോഷമില്ല. കാരണം എവിടെയാണെങ്കിലും ദൈവത്തിന്റെ മക്കളെ ദൈവം സൂക്ഷിക്കുന്നു. ദൈവം എൻ്റെ മകൻ വന്ന വിവരം ദൈവമക്കളെ എൻ്റെ അസംബ്ലിയിലെല്ലാം അറിഞ്ഞല്ലോ. അമ്മയുടെ വിയോഗത്തിൽ സംബന്ധപ്പെട്ട വന്ന് എൻ്റെ വീടിൻ്റെ ഭവനം ഞങ്ങൾ ഹൗസ് വാമിംഗ് നടത്തുമ്പോൾ എൻ്റെ വിനുമോനും അമ്മയും 2 പേരും ഭവനപ്പെട്ടു. ഞാൻ ഇരുന്നപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, അമ്മ ഞങ്ങളെ വിട്ട് കടന്നു പോയെങ്കിൽ ദൈവത്തിന് പ്രിയം വെച്ചതായിരുന്നു. ദൈവം അധികം കഷ്ടപ്പെട്ടാതെ ദൈവം അമ്മയെ എടുത്തു. ഞങ്ങളൊരു ബന്ധുക്കാരിയെ പോലെ അല്ലായിരുന്നു. എനിക്കൊരു അമ്മയുടെ ഒരു സ്ഥാനമായിരുന്നു. ഞാൻ എന്ത് അധികാരത്തോടും അമ്മയോട് ഞാൻ ചെല്ലുമ്പോഴും അമ്മ വളരെ സന്തോഷത്തോടെ 2 കൈ നീട്ടി എല്ലാ കാര്യം കേൾക്കുകയും എന്നെ ഉപദേശിക്കുകയും എന്നെ വളരെ ഞങ്ങളെ കുടുംബമായിട്ട് എൻ്റെ മോളാണെങ്കിൽ അത് മരുമോളായിട്ടല്ല അത് വീട്ടിൽ ചെന്നത്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിച്ചത് ഒരു നവമിയും വീട്ടിൽ പോകാനാണ്. അത്ര അടുപ്പം അത്ര സ്നേഹമായിരുന്നു. ആ അമ്മ കടന്നു പോയതിൽ വളരെ ദുഃഖമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരമോ ഒന്നുമില്ല. ദൈവത്തിന് പ്രിയമായിരുന്നു. ദൈവം കഷ്ടപ്പെടുത്താതെ അവിടെ മോനിവിടെ ആയിരിക്കുന്നു. മോനിത് മറ്റന്നാൾ അമേരിക്കയിൽ കടന്നു പോകുന്നുണ്ട്. 3 മക്കളെയും മോളെ വിട്ടേച്ച് വന്നാണ്. അതേപോലെ വിശേഷം പ്രാർത്ഥിക്കുക. എൻ്റെ കൊച്ചുമോള് വിനുമോൻ്റെ മൂത്ത മോള്, ഒരു മോളേ ഉള്ളൂ, 2 ആൺമക്കളാണ്. ആ മോള് മാസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കെസിയാന്ന് പേര്. കുടുംബത്തെ ഓർത്ത് ശിവനെ ഓർത്ത് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യം, എൻ്റെ ഇളയ മോളെ പറ്റി ഞാൻ വളരെയധികം വിഷമിക്കാറുണ്ട്. രാത്രി 1 മണിക്ക് എഴുന്നേൽക്കുമ്പോഴൊക്കെയും അവൾ വളരെ മിടുക്കിയായിട്ട് വളരെ ആക്റ്റീവായിട്ട് എന്നോട് എപ്പോഴും ഒരു കാര്യം പറയാം, അമ്മമ്മ നിങ്ങളെ 2 പേരും വളരെ ശ്രദ്ധയോട് നോക്കി. ഇനി ഞാനായിരിക്കും മമ്മി നിങ്ങളെ ഡാഡിയും മമ്മിയും നോക്കുന്നത്. അവളുടെ ഓരോ കാര്യം നോക്കുമ്പോൾ രാത്രി ചിലപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു ദൈവത്തോട് ഇപ്രകാരം ചോദിക്കും, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ മോക്ക് ഈ ഒരു അവസ്ഥ വന്നു? എന്നാൽ
ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അനിഷ്ടമായിട്ടൊന്നും ചെയ്യുകയല്ല. പക്ഷേ അവിടെ വേദനയും ദൈവമക്കൾക്ക് കഷ്ടമുണ്ട്. എപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്നാൽ ഭയപ്പെടില്ല. ലോകത്തെ ജയിച്ച കർത്താവിന്റെ സന്നിധിയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ രാത്രിയാമങ്ങളിൽ എഴുന്നേൽക്കുമ്പോഴും അവിടെ വേദന സഹിക്കാൻ വയ്യാത്ത വേദനയാണ് അവർക്കുള്ളത്. അവിടെ ഓർത്ത് ദൈവമക്കൾ പ്രത്യേകിച്ച് എൻ്റെ മലയാളി അസംബ്ലിക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നല്ല വിശ്വാസം ഉണ്ടെന്നറിയാം. ആ ബലത്തോടെ ഇന്നും കുഞ്ഞ് ആ നിലയിൽ നടക്കുന്നുണ്ട്. തുടർന്നുള്ള പ്രാർത്ഥനകളും പൂർണ്ണ സൗഖ്യം ബലം കിട്ടുവാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ. 34-ാമത്തെ സങ്കീർത്തനം 34-ന്റെ 17, 18, 19. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുരുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവർ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവരെ വിടുവിക്കും. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയൊന്നും ഒഴിഞ്ഞു പോവുകയല്ല. അത് അവന്റെ അസ്ഥികൾക്ക് വേദന വരുമ്പോൾ എനിക്ക് ഈ വചനം വളരെ ആശ്വാസമായിട്ട് എനിക്ക് ദൈവം തരുന്നത്. ഞങ്ങളുടെ ദൈവമക്കളുമായി ഒരിക്കലും സാക്ഷി പറയാനും ദൈവമക്കൾ ഒത്തൊരുമിച്ച് ഈ ഭവനത്തിൽ ഇത്രയും പേർ കൂടി വന്നല്ലോ എന്നുള്ള അതിയായ സന്തോഷം അതിന്റെ ദൈവമക്കളെ അറിയിച്ചുകൊണ്ട് ഒരു സാക്ഷി